ഗുരുനാഥനായ മഹാ ആത്മാ ചൊവാക്കോക്സുയിയുടെ പ്രാണവിദ്യകൾ, ആധുനിക ജീവിതത്തിനായുള്ള പുരാതന ജ്ഞാനം. എപ്പിസോഡ് 2-ൽ പ്രാണശക്തി എന്താണ്? ജീവനെ നിലനിർത്തുന്ന അദൃശ്യ ശക്തി. ആത്മാ നമസ്തേ. യോഗവിദ്യ ഹീലിംഗ് ആൻഷ്യൻ വിസ്ഡം ഫോർ മോഡേൺ ലൈഫിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഒരു ചെറിയ ചെടി പോലും ഒരു വിത്തിൽ നിന്ന് വലിയ വൃക്ഷമായി വളരുന്നത്? ഒരു മുറിവ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭേദമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഹൃദയം ഉറക്കത്തിലും മിടിക്കുന്നത് ആരുടെ ശക്തിയാലാണ്? മഹാ ആത്മാ ചൊവാക്കോക്സുയിയുടെ പ്രാണവിദ്യകൾ പറയുന്നത് ഇവയ്ക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു അദൃശ്യ ജീവശക്തിയാണ്. ആ ശക്തിയെയാണ് പ്രാണശക്തി, പ്രാണ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ പഠിപ്പിക്കലിൽ പ്രാണശക്തി ജീവൻ്റെ ഊർജമാണെന്നുള്ളതാണ്. ഈ പ്രാണശക്തി ഇല്ലെങ്കിൽ ശരീരം പ്രവർത്തിക്കില്ല, മനസ്സ് ഉണർവോടെ ഇരിക്കില്ല, വികാരങ്ങൾ സന്തുലിതമാകില്ല, ആത്മീയ വളർച്ചയും സംഭവിക്കില്ല. മഹാ ആത്മാ ചൊവാക്കോക്സുയി പഠിപ്പിച്ചത് പ്രാണശക്തി നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും 3 ഉറവിടങ്ങളിൽ നിന്നാണ്: സൗരപ്രാണൻ, ഭൗമപ്രാണൻ, വായുവിൽ നിന്നുള്ള ഊർജൻ, സൂര്യനിൽ നിന്നുള്ള ഊർജൻ, ഭൂമിയിൽ നിന്നുമുള്ള ഊർജൻ, അതുപോലെ തന്നെ വായുവിൽ നിന്നുമുള്ള ഊർജം. പ്രകൃതി ഓരോ നിമിഷവും നമ്മെ ജീവശക്തിയാൽ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദീപം തെളിയാൻ എണ്ണ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പ്രാണശക്തി ആവശ്യമാണ്. സ്നേഹവും ധ്യാനവും പ്രാർത്ഥനയും സേവനവും നമ്മുടെ പ്രാണശക്തിയെ കൂടുതൽ ശുദ്ധവും ശക്തവുമാക്കുന്നു. ഒരു ദിവസം ഒരു വയോധികനായ തോട്ടക്കാരൻ 2 ചെടികൾ നട്ടു. ഒന്നിന് ദിവസവും വെള്ളവും സൂര്യപ്രകാശവും ലഭിച്ചു. മറ്റൊന്ന് ഇരുണ്ട മുറിക്കുള്ളിൽ വെച്ചു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ആദ്യത്തെ ചെടി പച്ച പിടിച്ച് വളർന്നതായി കണ്ടു. രണ്ടാമത്തേത് വാടിപ്പോയി. അദ്ദേഹം തൻ്റെ കൊച്ചുമകനോട് പറഞ്ഞു, ജീവൻ നിലനിൽക്കാൻ പ്രകൃതിയുടെ ഊർജം ആവശ്യമാണ്. മനുഷ്യനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പ്രാണശക്തിയുമായി യോജിച്ച് ജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ ആരോഗ്യകരവും സന്തോഷകരവുമാവുന്നു. നമുക്കിന്ന് ചെയ്യാവുന്ന ഒരു പരിശീലനം: ഇന്ന് രാവിലെ 5 മിനിറ്റ് പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കൂ. മൃദുവായി ശ്വാസമെടുക്കൂ. സൂര്യപ്രകാശത്തെ നന്ദിയോടെ സ്വീകരിക്കൂ. പച്ച മരങ്ങളെ നോക്കൂ. മനസ്സിൽ പറയൂ, ദിവ്യ പ്രാണശക്തി എന്നെ ആരോഗ്യത്താലും സമാധാനത്താലും നിറയ്ക്കുന്നു. ഇന്നത്തെ ജീവിതപാഠം: ആരോഗ്യം മരുന്നുകളിൽ മാത്രം ആശ്രയിക്കുന്നതല്ല, ജീവിതശൈലിയിലും പ്രകൃതിയുമായുള്ള ബന്ധത്തിലുമാണ്. പ്രാണശക്തിയെ ആദരിക്കുന്ന ജീവിതം കൂടുതൽ ഊർജ്ജസ്വലവും സന്തോഷകരവുമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. മഹാ ആത്മാ ചൊവാക്കോക്സുയി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രാണശക്തി ജീവിതത്തിൻ്റെ അദൃശ്യ നിധിയാണ്. അത് മനസ്സിലാക്കുന്നവർ ആരോഗ്യത്തെ പുതിയ കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങും. ദിവ്യ പ്രാണശക്തി നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യവാനാക്കട്ടെ, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹത്താൽ നിറയ്ക്കട്ടെ, നിങ്ങളുടെ ആത്മീയ യാത്ര അനുഗ്രഹീതമാകട്ടെ. ആത്മാ നമസ്തേ. I am Ranjit from Thrissur, student of Maha Atma Chowakoksuyi and Ma Charlotte Anderson. Thank you teachers and thank you all. Namaste.